വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സും IT ഉണ്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ഒരു ജോബാണ് ISROയിലെ ടെക്നീഷ്യൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ചില ട്രേഡുകൾക്കാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത്. ഈ ഒരു ജോബിന്റെ പ്രൊമോഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൊമോഷനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഒരു ആഗ്രഹം വരും, ISRO ടെക്നീഷ്യൻ ബി ആയിട്ട് നമുക്ക് കയറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആകുമായിരുന്നു, നമ്മുടെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് പലരും സ്വപ്നം കാണുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി ഉണ്ട്. ഇവിടേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മളും അത്രയും കഠിനമായിട്ട് അത്രയും മനസ്സറിഞ്ഞ് ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ ഒരു ജോബിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ISRO ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോഴുള്ള ഏത് എക്സാമിന്റെ അവസ്ഥയും വളരെ കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ അതിനേക്കാളും കുറച്ചുകൂടി കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ISRO ജോബുകൾ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് പലരുടെയും ഡ്രീം ജോബ് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു സ്റ്റെപ്പ് കൂടി മുൻപിലേക്ക് ഇറങ്ങി പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എഫർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാകും. സോ നമ്മളും ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് റിസ്ക് എടുത്ത് മുന്നോട്ട് ഇറങ്ങി പ്ലേ ചെയ്തെങ്കിലേ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. സോ എന്തായാലും ഇനി നമുക്ക് പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. 10ാം ക്ലാസ് പ്ലസ് ITA ക്വാളിഫിക്കേഷനിൽ എഴുതുവാൻ കഴിയുന്ന എക്സാമാണ് ടെക്നീഷ്യൻ ബി അഥവാ ഡ്രോട്സ്മാൻ ബി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എക്സാമിലൂടെ സെലക്ഷൻ നേടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള 3 വർഷത്തിൽ ടെക്നീഷ്യൻ ബി ആയിട്ടുള്ള ഒരാൾക്ക് ടെക്നീഷ്യൻ ഡി ആയിട്ടും ഡ്രോട്സ്മാൻ ബി ആയിട്ടുള്ള ഒരാൾക്ക് ഡ്രോട്സ്മാൻ CH ആയിട്ടും പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. പിന്നെയുള്ള 4 വർഷത്തിൽ ടെക്നീഷ്യൻ എഫ് അല്ലെങ്കിൽ ഡ്രോട്സ്മാൻ ഡി ആയിട്ട്, പിന്നെയുള്ള 3 വർഷത്തിൽ ടെക്നീഷ്യൻ സി അല്ലെങ്കിൽ ഡ്രോട്സ്മാൻ ഇ ആയിട്ട്, പിന്നെയുള്ള 4 ഇയറിൽ സീനിയർ ടെക്നീഷ്യൻ എ അല്ലെങ്കിൽ സീനിയർ ഡ്രോട്സ്മാൻ എ. അപ്പോൾ ഡ്രോട്സ്മാനിലേക്കുള്ള പ്രൊമോഷൻ ഡ്രോട്സ്മാൻ എക്സാം എഴുതി കയറുന്നവർക്ക് ടെക്നീഷ്യൻ ആദ്യം പറഞ്ഞതുപോലെ കേട്ടോ. പിന്നീടുള്ള 5 വർഷത്തിൽ സീനിയർ ടെക്നീഷ്യൻ ബി അല്ലെങ്കിൽ സീനിയർ ഡ്രോട്സ്മാൻ ബിയിലേക്കും, പിന്നെയുള്ള 5 വർഷത്തിൽ ജൂനിയർ എഞ്ചിനീയറിലേക്കും, പിന്നെയുള്ള 8 വർഷത്തിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന രീതിയിലാണ് പ്രൊമോഷൻ. ഈ പ്രൊമോഷനിൽ തന്നെ നമ്മുടെ ടെക് ആപ് ടു ജൂനിയർ എഞ്ചിനീയറിലേക്കുള്ള പ്രൊമോഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ്, CR, ഇൻ്റർവ്യൂ എന്നിവയുണ്ടായിരിക്കും. ഇനി ജൂനിയർ എഞ്ചിനീയറിൽ നിന്നും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലേക്കുള്ളതിൽ സ്ക്രീനിങ് ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, CR, ഇൻ്റർവ്യൂ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്.